കോളേജ് കൊച്ചിയുടെ ആഭിമുഖ്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. MES കോളേജ് കൊച്ചിയുടെ ആഭിമുഖ്യത്തിൽ മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. ഭാഷാ വിഭാഗത്തിന്റെയും കോളേജ് ലൈബ്രറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ കോളേജ് മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് KA സലീം അധ്യക്ഷത വഹിച്ചു. ലോകത്ത് എമ്പാടും നടക്കുന്നത് പോലെ തന്നെ നമ്മൾ ഇവിടെ ആചരിക്കുന്നു. വൈക്കത്തെ തലോരപ്പറമ്പ് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും ലോക പ്രശസ്ത സാഹിത്യകാരനായി മാറിയ നമ്മുടെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ അദ്ദേഹത്തിന്റെ ജീവിത യാത്രയിൽ കരസ്ഥമാക്കിയ അനുഭവ സമ്പത്ത് അടുത്ത തലമുറയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലേക്ക് പകർന്നു നൽകി നമ്മെ വിട്ടുകയും ഒരിക്കലും വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവചരിത്രം അദ്ദേഹത്തിന്റെ രചനയിലൂടെ നമുക്ക് പകർന്നു. അദ്ദേഹത്തിന്റെ ജീവിതമാണ് അദ്ദേഹത്തിന്റെ എല്ലാ കഥകളും എഴുതുന്നത്. മലയാളികളെ വായന പഠിപ്പിച്ച വ്യക്തികളിൽ ഒരാളാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ. അദ്ദേഹത്തിന്റെ ഭാഷ വളരെ ലളിതമാണ്, സാധാരണക്കാരന് വായിച്ചാൽ മനസ്സിലാവും. കഥാപാത്രങ്ങൾ നമ്മുടെ ഇടയിൽ ജനങ്ങളുടെ സമൂഹത്തിനിടയിൽ നിന്നുള്ള പോലെ. ലൈബ്രറിയൻ ആതിര സാജൻ സ്വാഗതം പറഞ്ഞു. കോളേജ് ലൈബ്രറിയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. മലയാള സാഹിത്യത്തിന്റെ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ നമ്മുടെ ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയ സംഭാവനകൾ അമൂല്യമാണ്. സാധാരണ മനുഷ്യരുടെ ജീവിതവും സ്നേഹവും നന്മവും മനുഷ്യസ്നേഹവും അതീവ ലളിതമായ ഭാഷയിൽ അനശ്വരമാക്കിയ മഹാനായ എഴുത്തുകാരനാണ് അദ്ദേഹം. കാലം എത്ര മുന്നോട്ട് പോയാലും ബഷീറിന്റെ കൃതികളും ചിന്തകളും പുതുതലമുറയ്ക്ക് എന്നും പ്രചോദനമാണ്. ഇന്നത്തെ ഈ അനുസ്മരണ പരിപാടിയിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവിതവും സാഹിത്യ സംഭാവനകളും നമ്മിലേക്ക് പകർന്നു നൽകാൻ സന്നിഹിതനായ തുടർന്ന് പ്രശസ്ത എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ MV ബെന്നി അനുസ്മരണ പ്രഭാഷണം നടത്തി. മുഹമ്മദ് ബഷീർ ജീവിച്ചിരുന്ന അന്നത്തെ ലോകം നിങ്ങൾക്ക് പരിചയമുണ്ടാകാൻ സാധ്യത കുറവാണ്. നിങ്ങളുടെ തലമുറയെ ഞങ്ങൾ പറയുമ്പോൾ ജൻസി തലമുറ. അപ്പോൾ ജൻസി തലമുറയിൽപ്പെട്ട ആളുകളോട് വേണം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സാഹിത്യ ജീവിതവും സർഗാത്മക ജീവിതവും പരിചയപ്പെടുത്താം. അതൊട്ടും എളുപ്പമുള്ള കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 6 3 ദിവസങ്ങൾ തുടർച്ചയായി സംസാരിച്ചപ്പോൾ അതിന്റെ മുഴുവൻ വിവരവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാനുള്ള സാധ്യതയുമാണ്. എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ കണ്ടിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൻ അവർ കോഴിക്കോട് DC ജോലി ചെയ്യുന്നത്. അപ്പോൾ നിരന്തരം അവരെ ഫോണിൽ വിളിച്ച് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആരോഗ്യസ്ഥിതി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചെയ്യുമായിരുന്ന ഒരാളാണ്. അവിടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുന്നത്. എനിക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള ആദ്യത്തെ ഓർമ്മ അദ്ദേഹം നല്ല എഴുത്തുകാരനായിരുന്നു എന്നുള്ളത് മാത്രമല്ല, നല്ല മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. സാധാരണ രണ്ടും നമ്മൾ പൊരുത്തപ്പെടാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. നല്ല എഴുത്തുകാരൻ പലപ്പോഴും നല്ല മനുഷ്യരാവില്ല, നല്ല മനുഷ്യനെ പലപ്പോഴും നല്ല എഴുത്തുകാരനും ആവില്ല. പക്ഷെ ഒരേ സമയം നല്ല മനുഷ്യനും നല്ല എഴുത്തുകാരനും ചെല്ലുന്നവർക്ക് എല്ലാവർക്കും അദ്ദേഹം വീട്ടിൽ ചായ കൊടുത്തു, ഭക്ഷണം കൊടുത്തു. അദ്ദേഹം അങ്ങനെ വലിയ സമ്പന്നമൊന്നുമല്ല. എന്നാൽ തന്റെ വീട്ടിൽ വരുന്നതാണ് ആ ഭക്ഷണം കഴിക്കാതെയോ ചായ കഴിക്കാതെയോ ഇറങ്ങിപ്പോകുന്ന സ്ഥിതി ഉണ്ടാകുന്നത് എന്നതുകൊണ്ട് അദ്ദേഹവും അതെല്ലാം ചെയ്ത് അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ ചെയ്തു. അപ്പൊ എപ്പോഴും ആളുകൾ ഒരു തീർത്ഥാടകരെ പോലെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ അദ്ദേഹത്തെ കാണാൻ ആ വീട്ടിൽ പതിവായിരിക്കുന്നു.
അതൊന്നും സാധാരണ മറ്റെഴുത്തുകാർക്ക് കിട്ടാത്ത ഒരു അനുഗ്രഹമാണ്. കഥയിക്കാരൻ ശീലമാണ്. പക്ഷെ സാഹിത്യകാരൻ സമൂഹമാണ് ഉദ്യോഗം. അവർ ഉപയോഗിക്കുന്നൊരു വാക്ക് ആ വാക്ക് എന്താണോ അർത്ഥമാക്കിയത് ആ ആശയം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കണം. അതിന് ഉചിതമായ വാക്കുകൾ കണ്ടെത്തണം, ഉചിതമായ പദങ്ങൾ കണ്ടെത്തണം. മണിക്കൂറെന്ന് പറഞ്ഞ സാഹിത്യകാരന്മാർ സാധാരണ കാണാൻ കഴിയും. പക്ഷെ അവരുടെ പറയുന്ന കാര്യമെല്ലാം ഗൗരവമാണ്. അതിന്റെ ആശയവും അർത്ഥവും അത്ര ഗംഭീരവുമായിരിക്കും. അത് മനസ്സിലാക്കുന്ന കുറവായിരിക്കും. സ്വാഭാവികമായും എല്ലാവർക്കും മനസ്സിലാകുന്നില്ല. അതിന്റെ പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാവും. അപ്പോ ബഷീർ നിങ്ങൾക്കറിയാം, ബഷീർ ഒരു പ്രാസംഗികനായിരുന്നു. കേരളത്തിൽ ഒരിടത്തും അദ്ദേഹം നടന്ന് പ്രസംഗിക്കാൻ പോയതായി ഒരു വാർത്തയില്ല, അദ്ദേഹം കേട്ടിട്ടില്ല. അതിന്റെ അവിടെ അദ്ദേഹത്തെ ഒരു സന്ദർഭങ്ങളിലൊക്കെ വളരെ ഉണ്ടാവും. അതല്ലാതെ അദ്ദേഹം ഒരു പ്രാസംഗികനോ പ്രഭാഷകനോ ആയിരുന്നില്ല. ബഷീറിന്റെ ജീവിതവും സാഹിത്യ സംഭാവനകളും മാനവിക മൂല്യങ്ങളും ലളിതമായ ഭാഷാശൈലിയും പുതിയ തലമുറയ്ക്ക് മാതൃകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഭാഷാ വിഭാഗം മേധാവി മെയ്മോൾ ജോൺസൺ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പരിപാടിയുടെ സമാപനത്തിൽ മലയാളം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും കോഓർഡിനേറ്ററുമായ ധന്യമോൾ SP നന്ദി രേഖപ്പെടുത്തി. അധ്യാപകരും വിദ്യാർത്ഥികളും ജീവനക്കാരും പങ്കെടുത്ത പരിപാടി ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊച്ചിയുടെ ഹൃദയഭാഗത്ത് MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനോട് പ്രവർത്തിക്കുന്ന മുണ്ടംവേലി MES കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള UG ഓണേഴ്സ് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക് മാനേജ്മെന്റ്, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് യാതൊരുവിധ ഡൊണേഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. +2 മികച്ച മാർക്കുള്ളവർക്കും കലാകായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്കും സ്കോളർഷിപ്പുകൾ ലഭ്യമാകുന്നതിനോടൊപ്പം വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി AI, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ് ഡിസൈനിംഗ് തുടങ്ങിയ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളും ഞങ്ങൾ നൽകുന്നു. പരിചയസമ്പന്നരായ അധ്യാപകർ, ഹൈസ്പീഡ് വൈഫൈ ക്യാമ്പസ്, ആധുനിക ലാബുകൾ എന്നിങ്ങനെ മികച്ച സൗകര്യങ്ങൾക്ക് പുറമെ കരിയർ ഗൈഡൻസും തൊഴിലവസരങ്ങളും ഉറപ്പാക്കുന്ന സജീവമായ പ്ലേസ്മെന്റ് സെല്ലും കോളേജിന്റെ പ്രത്യേകതയാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്കായി മികച്ച ഹോസ്റ്റൽ സൗകര്യവും കൊച്ചിയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് കോളേജ് ബസ്സും ഒരുക്കിയിട്ടുണ്ട്. മികച്ചൊരു ഭാവിക്കായി ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. MES കോളേജ്, കൊച്ചി, മുണ്ടംവേലി.